പ്രസൻറ്റ് കണ്ടിന്യൂസിൽ, അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചോദിക്കുന്നത് ഈ ഫോർമാറ്റിലാണ്. അതായത് ഹെൽപ്പിംഗ് വെർബ്സ് ആദ്യം വരും. അതായത് ഓക്സിലറി വെർബ്സ് ആയിട്ടുള്ള ഈസ്, ഓർ ആർ, ഓർ ആം പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ING. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കുക. അതുപോലെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, ഒന്നിനും കൂടുതൽ പേരുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ ആർ ഉപയോഗിക്കുന്നു. പിന്നെ സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം ഉപയോഗിക്കുന്നു, അല്ലേ? ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനാണ്, അല്ലേ? ഇപ്പോൾ അവിടെ മഴ പെയ്യുന്നുണ്ടോ, ഇപ്പോൾ അവിടെ മഴ പെയ്യുകയാണോ, അല്ലെങ്കിൽ എന്താ, വിദ്യാർത്ഥികൾ ഇപ്പോൾ അവരുടെ ഹോംവർക്കുകൾ ചെയ്യുകയാണോ, അധ്യാപകർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയാണോ, അവർ പന്ത് കളിക്കുകയാണോ, അല്ലെങ്കിൽ എന്താ, അവരിപ്പോൾ TV കാണുകയാണോ, ഇതുപോലുള്ള ചോദ്യങ്ങൾ, അല്ലേ? ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ എന്താ, ആ അല്ലെങ്കിൽ അല്ല, ഉണ്ട് എന്ന് വെച്ചാണ് തുടങ്ങുക. അതുകൊണ്ടാണ് തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ആർ ദേ പ്ലേയിങ് നൗ, അല്ലേ? അവരിപ്പോൾ ആർ ദേ പ്ലേയിങ് നൗ, അവരിപ്പോൾ കളിക്കുകയാണോ, അത് നമ്മൾ പറയുന്ന സമയത്ത് ആ ആക്ഷൻ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കണം. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് നമുക്ക് കൊടുക്കാം യെസ്, അല്ലേ? യെസ് ദേ ആർ. യെസ് ദേ ആർ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നിർത്താം. യെസ് ദേ ആർ പ്ലേയിങ്. യെസ് ദേ ആർ പ്ലേയിങ്. ആർ ദേ പ്ലേയിങ് നൗ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കാം. യെസ് ദേ ആർ പ്ലേയിങ്. ഇപ്പോൾ അവിടെ മഴ പെയ്യുന്നുണ്ടോ, ഇപ്പോൾ അവിടെ മഴ പെയ്യുന്നുണ്ടോ ചോദിക്കാൻ എന്താ, ഇറ്റ് വെച്ച് സബ്ജക്റ്റ് നമ്മൾ ഇറ്റ് കൊണ്ടിരാം. ഇറ്റ് ഈസ് റെയിനിങ്. ആൻസർ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് റെയിനിങ് ഹിയർ നൗ. അതിന് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ത് വരിക, ഈസ് ഇറ്റ് റെയിനിങ് ദർ. നിങ്ങൾ ആരെങ്കിലും ഫോണിൽ നിങ്ങളോട് ചോദിക്കുമ്പോൾ ദർ എന്നല്ല ചോദിക്കുക. ഈസ് ഇറ്റ് റെയിനിങ് ദർ നൗ. ഇപ്പോൾ അവിടെ മഴ പെയ്യുന്നുണ്ടോ, ഈസ് ഇറ്റ് റെയിനിങ് ദർ നൗ. യെസ്, അല്ലേ? യെസ് ഇറ്റ് ഈസ് റെയിനിങ് ഹിയർ നൗ. ഓക്കെ. അപ്പോൾ ഇതുപോലെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത്, പറയുന്ന സമയത്ത് ഒരു ആക്ഷൻ അവിടെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിക്കുക. അതിൻ്റെ ഫോമാറ്റ് ഈസ്, ഓർ ആർ, ഓർ ആം പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ING ആണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ കാര്യങ്ങൾ ചോദിക്കുക. അവരിപ്പോൾ ഉറങ്ങുകയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ, ഈസ് യുവർ സിസ്റ്റർ വാച്ചിങ് TV നൗ, ഇല്ല നിങ്ങളുടെ സിസ്റ്റർ അവിടെ TV കാണുകയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദർ, ഈസ് യുവർ ബ്രദർ വാച്ചിങ് TV ഇൻ ദ ലിവിങ് റൂം നൗ. അങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. അത് നിരന്തരം ഇതിനെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ.